എന്റെ സാന്നിധ്യം നിന്നോടുകൂടെ പോയി. മോശയോടുള്ള ദൈവത്തിന്റെ വാഗ്ദത്തമാണ് ഇത്. ദൈവജനത്തിനുള്ള ദൈവത്തിന്റെ പ്രോമിസാണ്. ഇസ്രായേൽ ജനത്തെ വിടുവിച്ച സമയത്ത് മോശയോട് പറയുന്നു, മോശ അപേക്ഷിച്ചതനുസരിച്ച് എന്റെ സാന്നിധ്യം നിന്നോടുകൂടെ പോരുമെന്ന്. പ്രിയമുള്ളവരെ, ദൈവ പൈതലെ, നീ ദൈവത്തിന് വേണ്ടി നിന്നെ തന്നെ സമർപ്പിച്ചുകൊണ്ട് നിന്റെ ജീവിതത്തെ നയിക്കുമ്പോഴേക്കും നീ വെറുതെയല്ല യാത്രയാവുന്നത്. നിന്നോടൊപ്പം ദൈവത്തിന്റെ സാന്നിധ്യമുണ്ട്. ആ സാന്നിധ്യം സർവ്വതാ നിന്നോട് കൂടെ ഇരുന്ന് നിന്നെ സർവ്വമഹത്വത്തിനും അധിപതിയാക്കി ദൈവം വഴി നടത്തുന്നത് അനുഭവിക്കാൻ സാധിക്കും. ആയതിനാൽ ഓർത്തുകൊള്ളുക, ജീവിതയാത്രയിൽ ഒരു കാരണവശാലും ദൈവ സാന്നിധ്യം നഷ്ടമാക്കി കളയരുത്. ദൈവ സാന്നിധ്യം നഷ്ടപ്പെടുത്തുന്ന ഒരു പ്രവൃത്തിയും നമ്മിൽ നിന്നും ഉണ്ടാകരുത്. പകരം ദൈവ സ്നേഹം അനുഭവിച്ചുകൊണ്ട് ദൈവ സാന്നിധ്യത്തെ ദിനംതോറും നമ്മിൽ വർദ്ധിപ്പിക്കുന്ന ജീവിതങ്ങളായി തീർന്നുകൊണ്ട് ദൈവത്തിന്റെ നല്ല മക്കളായി നിലനിൽക്കുവാൻ സ്വർഗീയനാഥൻ നമ്മെ സഹായിക്കട്ടെ. അതിനുള്ള ബോധ്യത്തോടും സമർപ്പണത്തോടും ജീവിതത്തെ നമുക്ക് നയിക്കാം.